ടൊവിനോ തോമസിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമാകേണ്ടിയിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു പള്ളിച്ചട്ടമ്പി. എന്നാൽ മറിച്ച് സിനിമ തിയേറ്ററിൽ വൻ ഫ്ലോപ്പായി മാറി. ടെക്നിക്കലി പടം വേറെ ലെവൽ തന്നെയാണ്. അതുപോലെ തന്നെ ടൊവിനോ ഈ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊള്ളാൻ എടുത്തിരിക്കുന്ന എഫേർട്ട് നമ്മൾ സമ്മതിക്കണം. അതുപോലെ തന്നെ സിനിമയിൽ ഒരു മാസ് ക്യാമിയോ റോളിൽ പൃഥ്വിരാജും വരുന്നുണ്ട്. പട്ടേലാർ കുഞ്ഞമ്പു നമ്പ്യാർ എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു. ഇൻട്രോ വേറെ ലെവലായിരുന്നെങ്കിലും ക്ലൈമാക്സിൽ അതിന്റെ ഹൈപ്പ് എല്ലാം കൊണ്ട് കളഞ്ഞെന്ന് തന്നെ വേണം പറയാൻ. ക്ലൈമാക്സിൽ പൃഥ്വിരാജിന്റെ ഗെറ്റപ്പ് കണ്ടിട്ട് ഒരു പക്ക ക്രിസ്മസ് ഫാദറിന്റെ ലുക്കായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ചിത്രം വൻ പരാജയമായി മാറിയത്? സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞത് തിരക്കഥയാണ്. സ്ക്രീൻ പ്ലേ അങ്ങേയറ്റം വീക്ക് ആയതുകൊണ്ട് തന്നെ പല സീനുകളും എനിക്ക് ഇമോഷണലി കണക്ട് ആയില്ല. അത് മാത്രവുമല്ല, നോർമലി ഡിജോ ജോസ് ആന്റണിയുടെ സിനിമകളിൽ കണ്ടുവരുന്ന ഒരു പക്ക ലാഗ് ഫീലിംഗ് ഈ ഒരു സിനിമയിലുമുണ്ട്. ഈ സിനിമയിൽ സത്യം പറഞ്ഞാൽ ഒരു നായികയുടെ ആവശ്യം തന്നെയില്ല. വെറും 10-15 മിനിറ്റ് മാത്രമാണ് കയോട് ലോഹറിനെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു നായികയുടേത്. ഒരു പീരിയോഡിക് ഡ്രാമ ആയതുകൊണ്ട് തന്നെ ഈ സിനിമ എന്തായാലും എല്ലാവർക്കും വർക്കാകില്ല. സിനിമ കാണണമെന്നുള്ളവർക്ക് സോണി ലൈവിൽ അവൈലബിൾ ആണ്. സോ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെക്കുക.